കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നമ്മൾ കേട്ട ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ന്യൂസിന്റെ ഹെഡ്ലൈനുകൾ ഞാനൊന്ന് വായിക്കാവേ. കേരളത്തെ നടുക്കി മഹാദുരന്തം. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടൽ. 100-ലധികം മരണം. ചാലിയാർ ഒഴുകിയെത്തിയത് 30-ലധികം മൃതദേഹങ്ങൾ. നിലമ്പൂർ പൊട്ടിക്കരയുന്നു. ആമസോൺ വനങ്ങളിൽ 14 വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ കാട്ടുതീ. പുകപടലങ്ങളിൽ മുങ്ങി ബ്രസീൽ നഗരങ്ങൾ. ഈ ന്യൂസുകളുടെ ഹെഡ്ലൈനുകളൊക്കെ മക്കൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ കേട്ട് മറന്നുപോയ ഹെഡ്ലൈനുകളായിരിക്കാം. പക്ഷേ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഹെഡ്ലൈനുകളെ കുറിച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് മക്കളെ ഇത്രയും വലിയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുകൾ, പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ എല്ലാ ജൂൺ 5-നും പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ ജൂൺ 5-നും ഒരു മരമെങ്കിലും നമ്മളെല്ലാം നടാറുണ്ട്. പക്ഷെ ആ നട്ട ഒരു മരം പിന്നീട് എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ മക്കളോട് പറയാനുള്ള ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. ഒരുപാട് മരങ്ങൾ നിങ്ങൾ നട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നട്ട ഒരു മരമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ചിരിക്കുക. അതുപോലെ തന്നെ മരങ്ങൾ നടുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക. എന്നാൽ കഴിയും വിധം ഒരു മലിനീകരണവും ഞാൻ പ്രകൃതിക്ക് നിർമ്മിക്കില്ല എന്നുള്ളത്. അതാവട്ടെ ഈ പരിസ്ഥിതി ദിനത്തിലെ നമ്മുടെ മുദ്രാവാക്യം.